നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു TTE ഇതര സംസ്ഥാന തൊഴിലാളി തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു. എറണാകുളം സൗത്ത് ഡിപ്പോയിലെ ടിക്കറ്റ് പരിശോധകനായിരുന്ന എറണാകുളം മഞ്ഞുമ്മൽ പള്ളിക്ക് സമീപം കുന്തപ്പാടം റോഡിൽ മൈത്രി നഗറിൽ K വിനോദ് 48 കൊല്ലപ്പെട്ടത്. പ്രതി ഒഡീഷ ഗഞ്ചാം ബഡഗോച്ച സ്വദേശി രജനീകാന്ത് രണജിത്തിനെ പാലക്കാട് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി രജനീകാന്ത് സംഭവം നടക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ചോദ്യം ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള മനസ്സിനൊരു പ്രശ്നവും അയാൾക്കില്ല എന്ന് വ്യക്തമാകുന്നു. എറണാകുളം പട്ന എക്സ്പ്രസിൽ വൈകിട്ട് 6:45 തൃശൂർ സ്റ്റേഷൻ വിട്ട് അധികം കഴിയും മുമ്പ് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് വിനോദിനെ തള്ളിയിട്ടത്. തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ് ഇദ്ദേഹത്തിന്റെ ദേഹത്തുകൂടി മറ്റൊരു ട്രെയിൻ കയറിയതിനെ തുടർന്നാണ് മരണമെന്നാണ് നിഗമനം. S11 കോച്ചിൽ ടിക്കറ്റ് പരിശോധനയ്ക്ക് എത്തിയ വിനോദും രജനീകാന്തും തമ്മിൽ തർക്കമുണ്ടായി. ടിക്കറ്റ് ഇല്ലാത്ത രജനീകാന്തയോട് പാലക്കാട് എത്തുമ്പോൾ ഇറങ്ങണമെന്ന് വിനോദ് നിർദ്ദേശിച്ചു. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തിരുന്ന ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളോട് ഫൈൻ അടയ്ക്കാൻ വിനോദ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഇദ്ദേഹം വാതിലിന് സമീപത്തെത്തി വെള്ളം കുടിക്കുമ്പോൾ പ്രതി തള്ളിയിടുകയായിരുന്നുവെന്നാണ് ആ കാഴ്ചക്കാരായ മറ്റ് യാത്രക്കാർ നൽകുന്ന വിവരം. ഇതിനിടെയാണ് തർക്കമുണ്ടായത്. തൃശൂർ സ്റ്റേഷൻ പിന്നിട്ട് വെള്ളപ്പായയ്ക്ക് സമീപത്ത് വെച്ച് പ്രതി വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചവിട്ടി തള്ളിയിടുകയായിരുന്നു. ജോസഫ് പുലിമുരുകൻ ആന്റണി എന്നീ സിനിമകളിൽ വിനോദ് ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാലാമണി എന്ന സീരിയലിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു TTRനെ തള്ളിയിട്ട് കൊലപ്പെടുത്തി, അതായത് ജോലിക്ക് പോയ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അങ്ങനെ ഒരു TTRനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിട്ട് ഏതാണ്ട് 20 മണിക്കൂറിലേറെയായി. നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ നിസ്സംഗതയും നിശബ്ദതയുമാണ് ഏറെ പേടിപ്പിക്കുന്നത്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തിലെ സർക്കാരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ സർക്കാർ ഇവർക്ക് കാർഡുകളടക്കം, ഇവർക്ക് തിരിച്ചറിയൽ കാർഡുകളടക്കം നൽകിയിട്ടുണ്ട്. ഇവരെ വോട്ട് ചെയ്യാൻ പോലും അനുവദിക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടേക്ക് കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് ഇവരെല്ലാം ബംഗാളിൽ നിന്ന് വരുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അത് തന്നെ ബംഗാളികൾ തന്നെയാണോ, ബംഗാളിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് അല്ല മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, അന്യസംസ്ഥാന തൊഴിലാളികളെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ വലിയ കോലാഹലമാണ് ഉണ്ടാവുക. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇവറ്റകളെയൊക്കെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പിറകെ പോലും എൻ്റെ ഭർത്താവ് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ആളെയൊക്കെ ഡ്രാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹവും അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മറ്റുള്ള അതെല്ലാം കുറ്റം പറയുന്നതല്ലോ, എല്ലാം CPM-കാരാണ് രംഗത്ത് വന്നത്. കാരണം CPM-ന്റെ ഒരു വലിയ വോട്ട് ബാങ്കാണ് ഇത്തരത്തിലുള്ള തൊഴിലാളികൾ. നമുക്കറിയാം, പെരുമ്പാവൂർ മേഖലയിൽ ഇവരുടെ ആധിപത്യം ശക്തമാണ്. നമ്മളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ മറ്റു പല സംസ്ഥാനങ്ങളിലും പോയി ജോലി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ക്രൈം റേറ്റ് ഏതാണ്ട് 100-1 100-2% ഇവിടെ നിന്ന് പോകുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെടുന്നു. എല്ലാവരും കുടുംബം പുലർത്താൻ വേണ്ടി പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ ഇവിടെ എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം കാര്യമായ വരുമാനമൊന്നും ഇവർക്കില്ല. ഇവിടെ നല്ല രീതിയിൽ അവർക്ക് പേയ്മെന്റ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പൂവിട്ട് പൂജിക്കാൻ കുറെ CPM-കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഏർപ്പെടുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ എണ്ണം കൂടുതലാണ്. എനിക്കറിയാം, ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വീടിന് തൊട്ടടുത്ത് 50 മീറ്റർ അകലെ ഒരു വീട്ടിൽ പണിയാൻ വന്ന ഒരു കൂലിപ്പണിക്ക് വന്ന 2 പേർ, ആ വീട്ടിലെ അച്ഛനെയും അമ്മയും, പ്രായമായ അച്ഛനും അമ്മയുമായിരുന്നു, 2 പേരെയും അടിച്ചു കൊലപ്പെടുത്തി വെൺമണിയിൽ. ആ കൊലപാതക കേസിന്റെ വിധി ഈയിടെ വന്നതേ ഉള്ളൂ. ഇവർ പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും ക്രൈം ചെയ്താൽ ആ ക്രൈമിൽ ഒരു IPC അനുസരിച്ച് നടപടിയെടുക്കണമെന്ന് മാത്രമാണ്. ഈ കേസ് ഇതുപോലെ മാത്രമല്ല, നമുക്കറിയാം, നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട കേസുകളെ സംബന്ധിച്ച് നോക്കൂ. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ജഡ്ജിയുടെ ഡ്രൈവറെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. ഇനി അതുമല്ല, നിരവധി കേസുകൾ, ചെറിയ കുട്ടികൾ അടക്കമുള്ളവരെ പീഡിപ്പിച്ച കേസുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് തുച്ഛമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കാൻ കഴിയുക? ഇത്രയും നേരമായിട്ട് പോലും ഒരു CPM-കാരൻ്റെയും വോളിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും കാണുന്നില്ല. കാരണം സെലക്റ്റീവായി മാത്രം പ്രതികരിക്കുന്നവരാണ്. ഇനി പ്രതികരിച്ചവരാവട്ടെ അതെല്ലാം സംഘപരിവാറുകാരാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എത്ര സംഘപരിവാറുകാരാണ് ബംഗാളിൽ ഉണ്ടായിരുന്നത്? അവരിൽ ആരാണ് കേരളത്തിലേക്ക് വന്നത്? അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെടുന്ന സംഘപരിവാറുകാരനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതല്ല വിഷയം. ആര് മരിച്ചാലും പ്രശ്നമില്ല, ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെന്ന് വിശ്വസിക്കുന്ന സങ്കുചിതമായ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്ത, സങ്കുചിതമായ രാഷ്ട്രീയ ബോധം മാത്രമുള്ള ചിലരാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിൽ. നമുക്കറിയാം, ഇത്തരക്കാരെ തീർച്ചയായും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൃത്യമായി അവരുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. പോലീസുകാർ ഇവരെ മോണിറ്റർ ചെയ്യണം. ക്രിമിനൽ കേസുകളിൽ നേരത്തെ പ്രതിയായവരെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ ദുരന്തമായിരിക്കും. നമുക്കറിയാം, കൊറോണ കാലത്ത് ആഹാരം കിട്ടിയില്ല, ഇറച്ചി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഹാരം എന്ന് കൊടുക്കുന്നുണ്ട്. അവർക്ക് വലിയ ഭക്ഷണം, അതായത് അവരുദ്ദേശിക്കുന്ന ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിതമായി തെരുവിലേക്ക് ഇറങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കാണുമ്പോഴും ഒരു കുലുക്കവുമില്ല. കാരണം അവരെയും ആദരിക്കുകയാണ് എന്നാണ് പറയുന്നത്.
ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നിന്നും ജോലിക്ക് പോകുന്നവരെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന്, അങ്ങനെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി ഇങ്ങനെ അഴിഞ്ഞാടാൻ ഏതെങ്കിലും ആൾക്കാർക്ക് കഴിയുമോ? കേരളത്തിൽ മാത്രമേ ഇതിന് കഴിയൂ. അത് രാഷ്ട്രീയപരമായി മുതലെടുപ്പ് നടത്തുന്നത് കൊണ്ട് മാത്രമാണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇത്തരം ക്രിമിനലുകളെ വളർത്തിയാൽ നാളെ നമ്മുടെ ഓരോ കുട്ടിക്കും റോഡിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെത്തും. പെരുമ്പാവൂരിൽ ഒരു 3 വയസ്സുള്ള പെൺകുട്ടിയെ വരെ ബലാത്സംഗം ചെയ്തു കൊന്ന കഴിഞ്ഞിടയ്ക്ക് വളരെ അടുത്ത കാലം ജിഷയുടെ കേസിലൊക്കെ വിധി നമുക്കറിയാവുന്നതാണ്. ആമിറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വന്നിട്ടുള്ള ആൾക്കാരെ ബംഗാളികൾ എന്ന മട്ടിൽ ആ വ്യാജേന ഇവിടെ കൊണ്ട് പാർപ്പിക്കുകയും അവർ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോവുകയും ചെയ്യുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെയാണ് CAA വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്നത്. കാരണം അനധികൃത തൊഴിലാളികൾ, അനധികൃതമായി വരുന്നവരെയൊക്കെ തടയാനുള്ള സംവിധാനം, അല്ലെങ്കിൽ അത്തരക്കാരെ ഡിറ്റൻഷൻ സെന്ററുകളിലും മറ്റിലും ആക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാകുമെന്ന വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഫ്ളാറ്റുകൾ പോലും വെച്ചു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്തിനാണ് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്? കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി ചെറിയ വീടുകളിലും ചെറിയ റൂമുകളിലും 5-6 പേർ ഷെയറിംഗ് ബെഡുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കഴിയുന്നവർക്ക് ആർക്കെങ്കിലും അവിടുത്തെ സർക്കാർ ഇത്തരത്തിലുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ജീവിക്കാനും അവർക്ക് ജീവിക്കാനുള്ള മാർഗത്തിലേക്കും കടക്കും. ഇവിടെ കിട്ടുന്ന സൗകര്യങ്ങളും ഇവിടെ കിട്ടുന്ന വരുമാനവും ഒക്കെ അധികമായതുകൊണ്ട് കുടിച്ചു കൂത്താടി കള്ളും കഞ്ചാവും അടിച്ച് തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അന്ത്യം ഉണ്ടായേ മതിയാകൂ. ആ അന്ത്യം ഉണ്ടായില്ലെങ്കിൽ ഇനി ജോലിക്കാർക്ക്, നമുക്കറിയാം, ഈ പറ്റ്ന എക്സ്പ്രസിൽ വരുന്നവരെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ആരോടും ഒന്നും ചോദിക്കാൻ വയ്യാത്ത അവസ്ഥ. ഒരു TTRന് ടിക്കറ്റ് ചോദിക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാത്ത ഒരാളെ ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ സീറ്റിലിരിക്കാൻ കഴിയാത്ത അവസ്ഥ. അതിന് ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾ കയറി വന്നപ്പോൾ അവിടെ ഒന്ന് മാറിയിരിക്കണമെന്ന് പറഞ്ഞ് TTRനെ അടിച്ചു കൊല്ലുക. എന്താണ് ഇവിടെ നടക്കുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? നമുക്കറിയാം, രാവിലെ ജോലിക്ക് പോകുന്ന ആ മകൻ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ശവമായി മാത്രം മകൻ എത്തേണ്ടി വരുന്ന അവസ്ഥ, ജീവച്ഛവമായി വീട്ടിലേക്ക് വരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു അറുതി വരേണ്ടതാണ്. ഈ രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്, മറിച്ച് വോട്ട് ബാങ്കല്ല. ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കൃത്യമായി നിരീക്ഷിക്കാനും കൃത്യമായി അവരെ വേണ്ടാത്തവരെ, അതായത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുള്ളവരെയും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നേരത്തെ പെട്ടവരെയും ഒക്കെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.